ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന പുരുഷൻ നിങ്ങളിൽ നിന്നും സെക്സ് മാത്രമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ചെയ്യുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. എസ്പെഷ്യലി ചില പ്രധാനപ്പെട്ട സൈൻസ്. ഞാൻ പറയാൻ പോകുന്ന ഈ 5 സൈൻസ് ആ വ്യക്തിയിൽ കാണുന്നുണ്ടെങ്കിൽ ആ വ്യക്തി നിങ്ങളിൽ നിന്നും സെക്സ് മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ, അല്ലാതെ സീരിയസ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആഗ്രഹിക്കുന്നില്ല എന്നതാണ് അർത്ഥം. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് സെക്സ് മാത്രമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ആ പെർട്ടിക്കുലർ ആയിട്ടുള്ള ആ ഒരു പുരുഷൻ അല്ലെങ്കിൽ ആ വ്യക്തി ഒരുപാട് സോഷ്യൽ മീഡിയ ആപ്സുകളൊക്കെ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. അങ്ങനെ ഉപയോഗിക്കുമ്പോൾ അതിൽ സ്റ്റാറ്റസ്, പ്രൊഫൈൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം അല്ലേ? അങ്ങനെ ടെക്സ്റ്റായിട്ട് എന്തെങ്കിലുമൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡേറ്റിങ്ങുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള വേർഡ്സുകളൊക്കെ അവർ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ വളരെയധികം ശ്രദ്ധിക്കുക. അഥവാ കമ്മിറ്റഡ് ആവാൻ ആഗ്രഹമില്ലാത്ത തരത്തിലുള്ള വേർഡ്സുകൾ, ഇപ്പോൾ ഫ്രണ്ട്സ് വിത്ത് ബെനിഫിറ്റ്സ് എന്നുള്ള വേർഡ്സ് ഒക്കെ യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ഐ ആം സിംഗിൾ എന്നുള്ള വേർഡുകൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഞാൻ 2 ഉദാഹരണങ്ങൾ പറഞ്ഞു എന്ന് മാത്രം. ഇതുപോലെ ധാരാളം വേർഡ്സുകളുണ്ട്. ആ വേർഡ്സുകൾ നമുക്ക് കാണുന്ന സമയത്ത് അല്ലെങ്കിൽ അദ്ദേഹം അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള പ്രൊഫൈലിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള ആ ഫ്രേസസ് നമ്മൾ റീഡ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇങ്ങനെ കമ്മിറ്റഡ് ആവാൻ ആഗ്രഹമില്ല, സിംഗിൾ ആവാനാണ് ആഗ്രഹം, ഒരുപാട് ആളുകളുമായിട്ട് ലൈഫ് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് എന്നുള്ളതൊക്കെ അവരുടെ ആ ഒരു സ്റ്റാറ്റസും പ്രൊഫൈലും ഒക്കെ റീഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ അവരുടെ ആ ഒരു സോഷ്യൽ മീഡിയ ആപ്സ്, ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇൻസ്റ്റഗ്രാം ആണെങ്കിൽ ഇൻസ്റ്റഗ്രാമിലെ ഓരോ ഫോട്ടോസും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ഏത് കാറ്റഗറിയിലുള്ള ഒരു വ്യക്തിയാണ് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്ന ആ പുരുഷൻ്റെ ഫേസ്ബുക്ക്, അതുപോലെ ഇൻസ്റ്റഗ്രാം, വാട്സപ്പ് സ്റ്റാറ്റസുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഒബ്സർവ് ചെയ്യുക. ഡേറ്റിങ്ങിനോട് കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങളാണ് അദ്ദേഹം സ്റ്റാറ്റസുകളായിട്ടും അതുപോലെ തന്നെ ഫോട്ടോസൊക്കെ ആയിട്ടൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും സൂക്ഷിക്കുന്നത് നല്ലതാണ്. അദ്ദേഹം നിങ്ങളിൽ നിന്നും സെക്സ് മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ എന്നുള്ളത് നമുക്കതിൽ നിന്നും മനസ്സിലാക്കാവുന്നതാണ്. ഇനി രണ്ടാമത്തെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു സൈൻ എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഇങ്ങനെ ആഗ്രഹിക്കുന്ന ആളുകൾ അത് ഓപ്പൺ ആയിട്ട് ഒരു മടിയും കൂടാതെ തന്നെ നിങ്ങളോട് ചോദിക്കും എന്നുള്ളതാണ്. എനിക്കിങ്ങനെ ഒരു താല്പര്യമുണ്ട്, നീ അതിന് റെഡിയാണോ, അല്ലെങ്കിൽ നീ കംഫർട്ടാണോ എന്നൊക്കെയുള്ള രീതിയിൽ ഓപ്പൺ ആയിട്ട് തന്നെ നിങ്ങളോടൊരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ നടത്തും എന്നുള്ളതാണ്. കൂടുതൽ സെക്സുമായി ബന്ധപ്പെട്ടിട്ട് ഇതുപോലെ ഓപ്പൺ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതും ഒരു സൈനായിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. ഇനി അതുപോലെ തന്നെ മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട സൈൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ചാറ്റ് ചെയ്യുന്ന സമയത്ത് അതുപോലെ തന്നെ നിങ്ങളെ വിളിക്കുന്ന സമയത്തൊക്കെ അവർ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് എന്ത് വിഷയത്തെക്കുറിച്ചാണ്? കൂടുതലും സെക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളെക്കുറിച്ചാണോ? ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏത് പൊസിഷനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം, അതുപോലെ തന്നെ സെക്സുമായി റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് കാര്യങ്ങളായിക്കോട്ടെ, അങ്ങനെ ഞാൻ ഓരോന്നായിട്ട് എടുത്ത് പറയുന്നില്ല, നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഏറ്റവും കൂടുതൽ സെക്സ് റിലേറ്റഡ് ആയിട്ടുള്ള വിഷയങ്ങളാണ് ആശയവിനിമയത്തിൽ വരുന്നതെങ്കിൽ അത് ചാറ്റിങ്ങിലാണെങ്കിലും കോളിങ്ങിലാണെങ്കിലും ആ വ്യക്തി അതിനോട് കുറച്ച് കൂടുതൽ താല്പര്യമുള്ള വ്യക്തിയാണ്, നിങ്ങളോട് കുറച്ച് കൂടുതൽ ക്രഷ് തോന്നിയിട്ടുണ്ട് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അതിൽ നിന്നും മനസ്സിലാക്കാവുന്നതാണ്. നേരെ മറിച്ച് സ്വാഭാവികമായിട്ടും സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിയുമായിട്ട് സെക്ച്വൽ ചാറ്റൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ അതിൻ്റെ കൂടെ തന്നെ നോർമലി ആ വ്യക്തിയെ കെയർ ചെയ്യുക, അതുപോലെ തന്നെ ആ വ്യക്തിയുടെ സുഖവിവരങ്ങളൊക്കെ അന്വേഷിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അതിൻ്റെ കൂടെ തന്നെ ചെയ്യും അല്ലേ? അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നോ പ്രോബ്ലം. നേരെ മറിച്ച് എപ്പോഴും ചാറ്റിങ്ങിൽ വന്നു കഴിഞ്ഞാൽ ഈ സെക്സുമായി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് സംസാരിക്കുന്നത്. അതുപോലെ തന്നെ വേറൊരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് സെക്സ് റിലേറ്റഡ് ആയിട്ടുള്ള പിക്ചേഴ്സ് അയച്ചു തരിക, വൾഗർ ആയിട്ടുള്ള പിക്ചേഴ്സൊക്കെ, അതുപോലെ തന്നെ എപ്പോഴും സെക്സ് പോൺ വീഡിയോസിൻ്റെ ലിങ്ക്സും കാര്യങ്ങളൊക്കെ അയച്ചു തരിക. ഇങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആ വ്യക്തിയുടെ ഒരു ചിന്ത ഏത് തരത്തിലുള്ള ചിന്തയാണ് എന്നുള്ളത്. അപ്പോൾ നിങ്ങളെ ഏത് രീതിയിലോട്ടാണ് അവർ കൊണ്ടുപോകുന്നത് എന്നുള്ളതൊക്കെ നിങ്ങളുടെ ആ ഒരു ഒബ്സർവേഷനിൽ നിന്ന് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട സൈൻ എന്ന് പറയുന്നത് അദ്ദേഹം എപ്പോഴും
അദ്ദേഹത്തിന് ഫ്രീ ആയിട്ടുള്ള സമയത്ത് മാത്രമായിരിക്കും നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക, സംസാരിക്കുക, അതുപോലെ തന്നെ കാണണം, മീറ്റ് ചെയ്യണം എന്നൊക്കെ പറയുക. നിങ്ങൾ ബിസിയാണോ, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, നിങ്ങൾക്ക് ഇമ്പോർട്ടൻസ് നൽകാതിരിക്കുക, നിങ്ങൾക്ക് വാല്യൂ നൽകാതിരിക്കുക, എപ്പോഴും അവരുടെ ഒരു ഇഷ്ടത്തിന് മാത്രം ആ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകുന്ന ഒരവസ്ഥ. ചില കാര്യങ്ങൾ കിട്ടാതെ വരുമ്പോൾ പിടിവാശിയും മറ്റും ഒക്കെ അവരിൽ കാണുക. ഇങ്ങനെ അവരുടെ കണ്ണിലൂടെ മാത്രം കാണുക, നിങ്ങളുടെ കണ്ണിലൂടെ അല്ലെങ്കിൽ നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ, നിങ്ങളുടെ ഇഷ്ടങ്ങൾ എന്താണ്, ഇതൊന്നും മനസ്സിലാക്കാത്ത രീതിയിലുള്ള ഒരു ബിഹേവിയറാണ് അവരുടെ ഭാഗത്തു നിന്നും കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ശ്രദ്ധിക്കുന്നത് വളരെയധികം നല്ലതാണ്. ഇനി അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട സൈൻ എന്ന് പറയുന്നത്, ആ വ്യക്തിയുമായിട്ട് നിങ്ങൾ മീറ്റ് ചെയ്യുന്ന സമയത്ത്, സംസാരിക്കുന്ന സമയത്ത്, ഇടപഴകുന്ന സമയത്തൊക്കെ കൂടുതൽ ആ വ്യക്തിയെ പോലും നിയന്ത്രിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു സെക്ച്വൽ അപ്രോച്ച് ആയിരിക്കും നിങ്ങളോട്. നിങ്ങളുടെ കയ്യിൽ പിടിക്കുക, അതുപോലെ തന്നെ നിങ്ങളുടെ തോളിൽ കൈയിടുക, അതുപോലെ തന്നെ ഇപ്പോൾ പബ്ലിക്കിലാണ് ഇരിക്കുന്നതെങ്കിൽ കൂടി അപ്പുറത്തും ഇപ്പുറത്തും ഒന്നും ആളുകളുണ്ട് എന്നുള്ള ആ ഒരു ശ്രദ്ധ പോലും ഇല്ലാതെ നിങ്ങളെ ഹഗ് ചെയ്യുക അല്ലെങ്കിൽ കിസ് ചെയ്യുക. മേ ബി ചിലപ്പോൾ നിങ്ങൾക്ക് അത് വളരെയധികം ഒരു ഇറിറ്റേഷൻ ഫീൽ ചെയ്യുന്ന ഒരു കാര്യമായിരിക്കാം. അപ്പോൾ എപ്പോഴും നിങ്ങളെ മുതലെടുക്കുക അല്ലെങ്കിൽ നിങ്ങളെ മാക്സിമം സെക്ഷുവലി യൂസ് ചെയ്യുക എന്നുള്ള ആ ഒരു ചിന്തയോടുകൂടി നിങ്ങളോട് പെരുമാറുന്നുണ്ടെങ്കിൽ, എപ്പോൾ കണ്ടു കഴിഞ്ഞാലും, ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു ബൈക്കിൽ യാത്ര ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഹഗ് ചെയ്തിരിക്കുക. അപ്പം നിങ്ങളാണ് ഡ്രൈവ് ചെയ്യുന്നതെങ്കിൽ നേരെ മറിച്ച് അല്ലെങ്കിൽ ഹഗ് ചെയ്യാൻ വേണ്ടി നിർബന്ധിക്കുക. അതല്ലെങ്കിൽ കാറിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ കൂടി നിങ്ങളുടെ ശരീരത്തിലും അവിടെയും ഇവിടെയും ഒക്കെ തൊടുന്ന ഒരു ആറ്റിറ്റ്യൂഡ് ആ വ്യക്തിയിൽ പ്രകടമാകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കുക. ഒരു സ്നേഹത്തോടെയുള്ള ഒരു തലോടലും തൊടലും ഒക്കെ നമുക്ക് നല്ലൊരു ഫീലിങ്സ് ആണ് തരിക. അല്ലാതെ നേരെ മറിച്ച് ഒരു സെക്ച്വൽ അപ്രോച്ച് വരുമ്പോൾ എപ്പോഴും നമുക്കൊരു ഇറിറ്റേഷൻ ആയിരിക്കും ഫീൽ ചെയ്യുക, അല്ലേ? അപ്പോൾ അതെന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. നിങ്ങൾക്ക് അത്യാവശ്യം ബുദ്ധിയുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഏത് രീതിയിലുള്ള അപ്രോച്ചാണ് എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വന്നത്. നിങ്ങളെ മീറ്റ് ചെയ്യുന്ന സമയത്ത്, നിങ്ങളുമായി ഇടപഴകുന്ന സമയത്ത്, ഒന്നിച്ച് യാത്ര ചെയ്യുന്ന സമയത്ത്, ഒന്നിച്ച് ഭക്ഷണം കഴിക്കുന്ന സമയത്തൊക്കെ ആ വ്യക്തിയുടെ ഒരു ആറ്റിറ്റ്യൂഡ് ഏത് രീതിയിലുള്ളതാണ് എന്നുള്ളതാണ്. അതിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് ആ വ്യക്തി നിങ്ങളിൽ നിന്നും സെക്സ് മാത്രമാണോ ആഗ്രഹിക്കുന്നത്, അതോ നിങ്ങളെ നല്ല രീതിയിൽ സ്നേഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി ഇതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട സൈൻ എന്ന് പറയുന്നത്, ഇപ്പോൾ അവർ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്, എനിക്ക് ഇങ്ങനെ വേണം, എനിക്ക് സെക്സിനോട് താല്പര്യമുണ്ട്. ആ ഒരു വിഷയത്തോട് നിങ്ങൾ ഇൻ കേസ് നോ പറയുകയാണെങ്കിൽ, ആ നോ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യത്തില്ല, നിങ്ങളോട് സംസാരിക്കത്തില്ല, പിന്നീട് പെട്ടെന്നൊരു വാനിഷ് ആവലാണ്. അദ്ദേഹത്തെ പിന്നീട് കാണാനേ ഉണ്ടാവില്ല കുറച്ച് ദിവസത്തേക്ക്. നേരെ മറിച്ച് നിങ്ങൾ ചാറ്റിങ്ങിലും കോളിങ്ങിലൊക്കെ ഏർപ്പെടുന്ന സമയത്ത് അവർക്ക് അത് കിട്ടും എന്നുള്ളൊരു രീതിയിൽ അവർ സംസാരിച്ചു കൊണ്ടേയിരിക്കും. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എന്തെങ്കിലും വിഷയത്തോട്, ഇപ്പോൾ അവർ നിങ്ങളോട് ചോദിക്കുകയാണ്, അവർക്ക് താല്പര്യമുണ്ട് എന്നുള്ള രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ അതിനോട് നോ എന്ന് തറപ്പിച്ച് പറയുകയാണെങ്കിൽ അവർ പിന്നീട് ആ വഴിക്ക് വരത്തില്ല, നിങ്ങളോട് കൂടുതൽ സംസാരിക്കത്തില്ല, നിങ്ങളോട് കൂടുതൽ ഇടപഴകത്തില്ല, നിങ്ങൾ അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചാൽ പോലും അവൈലബിൾ ആവത്തില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങൾ നോ പറഞ്ഞു കഴിഞ്ഞാൽ കട്ടാവുന്ന ആ ഒരു റിലേഷൻഷിപ്പാണോ അല്ലയോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് പരിശോധിക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ള ഈ ഒരു 5-6 സൈൻസോളം ഞാനിപ്പോൾ പറഞ്ഞു. ഈ സൈൻസൊക്കെ ഒരു വ്യക്തിയിൽ കാണുന്നുണ്ടെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് നല്ല റിലേഷൻഷിപ്പ് അല്ല ഒരിക്കലും. ആ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് സെക്സിനോട് മാത്രം താല്പര്യം തോന്നിയിട്ടുള്ള, അതിന് വേണ്ടിയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ്. അപ്പോൾ സ്ട്രോങ് ആയിട്ട് നല്ല രീതിയിൽ സ്നേഹിക്കുന്ന ആളുകൾ ഈ രീതിയിൽ മാത്രമല്ല ബിഹേവ് ചെയ്യുക. മേ ബി ചിലപ്പോൾ ആ ഒരു ഇഷ്ടം കൊണ്ട് സെക്ച്വൽ ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം, അതുണ്ടായിരിക്കാം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ബാക്കി വരുന്ന ഇമോഷണൽ കെയറിങ്, അതുപോലെ തന്നെ സപ്പോർട്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പിങ്, ഇതെല്ലാം ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. നേരെ മറിച്ച് ഈ പറഞ്ഞിരിക്കുന്ന ആറ്റിറ്റ്യൂഡ്സ് മാത്രമാണ് അവരിൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കണം. അതൊരു നല്ല രീതിയിലുള്ള റിലേഷൻഷിപ്പ് അല്ല എന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് എന്ന് തോന്നുമെങ്കിൽ മറ്റുള്ളവരിലോട്ട് മാക്സിമം ഷെയർ ചെയ്യുക. എൻ്റെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഇഷ്യൂസോ പ്രയാസങ്ങളോ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ, എൻ്റെ പേഴ്സണൽ കോച്ചിങ് ആവശ്യമുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. എനിവേ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നമസ്തേ.